ഇന്നെൻ്റെ നിക്കാഹാണ്. ഇന്നാണ് ഞാൻ അമീൻഖാനെ ശരിക്കും റിയലായിട്ട് കാണുന്നതന്നെ പറയാം. കാരണം മുന്നേ കണ്ടിട്ടുള്ളത് പെണ്ണ് കാണലിൻ്റെ ടൈമിലാണ്. അപ്പോൾ ഇതാവും ഹസ്ബൻഡ് എന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായില്ല. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇതിന് മുന്നേ കുറേ കോൾ ചെയ്തു, വീഡിയോ കോളൊക്കെ ചെയ്തു അങ്ങനെ. പക്ഷെ ആൾ ഓക്കെയാണ്, സെറ്റാണ്. ഫസ്റ്റ് ഇയറിൽ കാണുമ്പോൾ തന്നെ എന്താ ഒരു മൊഞ്ചത്തി കുട്ടിയെന്ന് വെച്ചാൽ ഒരു എപ്പോഴും നല്ല രസമായിട്ട് ഒരുങ്ങണം, നല്ല രസമായിട്ട് നടക്കണം, അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള ആളാണ് അവൾ. അപ്പോൾ അവൾക്ക് കല്യാണം എന്ന് പറയുന്നത് അത്ര പ്രഷ്യസ് മൊമെൻ്റ് ആക്കണം, ആ ഒരു രീതിയിലായിരുന്നു. അവളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു. അവൾക്കൊരു ഫെയറി ടെയിൽ, ആ ഒരു ടൈപ്പ് ഓഫ് കല്യാണം, അതൊക്കെ ഭയങ്കര ഡ്രീം ഉള്ള ഒരാളായിരുന്നു. ഞാനും അവളും തമ്മിൽ 6 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ആ ഒരു ഏജ് ഡിഫറൻസ് ഞങ്ങൾക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല. കാരണം അവൾ അത്രയും നല്ല രീതിക്കാണ് കാര്യങ്ങളൊക്കെ ഇവിടെ മാനേജ് ചെയ്ത് പോലെ. ഇപ്പോൾ അവളെ ഈ ഡ്രസ്സിലൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കൊന്ന് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് കിടക്കണത് ഞാനും ഹനയാണ്. ഞങ്ങളൊരു 12:30 കഴിഞ്ഞൊരു 1 മണി ഒക്കെ ആകുമ്പോഴാണ് കിടക്കണത്. അപ്പം ഹന സംസാരിക്കണം, ഹന റൂമിലിരുന്ന് സംസാരിക്കില്ല അമീനിക്കാനെ വിളിക്കുമ്പോൾ. പുള്ളിനെ വിളിക്കുമ്പോഴത്തേക്ക് അവൾ ഹോളിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത്. ആ ഹോളിൽ ഞാൻ എന്തെങ്കിലും ആനിമയൊക്കെ കണ്ടിങ്ങനെ അവിടെ ഇരിക്കണ്ടാവും. അപ്പം അവർ ഹനയ്ക്ക് 2 ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സൗണ്ട് അറിയില്ല. അവൾ ഭയങ്കര സൗണ്ടിലാണ് സംസാരിക്കണം. അപ്പോൾ അവർ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചളിയിലും വൈബിലൊക്കെ ഒരു ഭയങ്കര മാച്ചിങ് ആണ്. അപ്പോൾ ഹനയുടെ കറക്റ്റ് വൈബുള്ള മനുഷ്യനാണ് കിട്ടിയേക്കുന്നത്. 6 വർഷത്തെ പരിചയമാണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ഇയർ അത്ര ഒരു കമ്പനി ഇല്ലായിരുന്നു. അടുത്തടുത്ത റൂമുകൾ അന്നേ ഉള്ളായിരുന്നു. പക്ഷെ ഹനയും ഞാനും എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, സില്ലി കാര്യങ്ങൾക്ക് വന്ന് തമാശ രീതിയിൽ അടിയിടുന്ന ടൈപ്പായിരുന്നു. അവളിങ്ങോട്ട് ഞങ്ങളുടെ കട്ടൻ വലിച്ച് മാറ്റുക, അങ്ങനെ ചെറിയ ചെറിയ അടികൾ മാത്രം. സെക്കൻഡ് ഇയർ അപ്പം നല്ല കമ്പനിയാണ്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് റൂമുകളായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 5-6 പേര് നല്ല കമ്പനിയായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് അവളെ ഇങ്ങനൊരു ഇതിൽ കാണുന്നത്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ അവളുടെ കൂടെ തന്നെ ഉണ്ട്. ഇന്ന് അവളുടെ ബിഗ് ഡേ ആണ്. जिसके शोरों में तुमको निहारा तो क्या अब सफर में है पर कुछ जरा. എൻ്റെ മകൾ ഹനയെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരം താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. ഹലാലായ ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നു. ഹന ഒരു കോസ്റ്റ്യൂമിൽ നിന്ന് സ്റ്റേജിൽ കയറി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാനും അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ കരഞ്ഞു. എനിക്ക് ആ ഹനയുടെ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഇന്ന് റിയാലിറ്റിയിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. सबर तो मैं हूँ पर तुझसा कोई नहीं. दूरियां ही तो है, सह लेंगे सभी सही अगर तू शामिल